പിടിച്ചവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സാമ്പത്തിക അസ്ഥിരത അതിജീവിക്കുമെന്ന് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ലക്ഷ്യങ്ങൾ നിറവേറ്റും. സർക്കാരിന്റെ മുന്നിലുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമെന്നും ഷൈഖ് മുഹമ്മദ്. സൗദിയിൽ സംഘടന രൂപീകരിക്കാനുള്ള അനുമതി സ്വദേശികൾക്ക് മാത്രം. സംഘടനാ രൂപീകരണത്തിന്റെ നിബന്ധനകൾ സൗദി തൊഴിൽ സാമൂഹ്യ മന്ത്രാലയം പുറത്തുവിട്ടു. കുവൈത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ. കുവൈത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വിസ സംവിധാനം നടപ്പാക്കും. കഴിഞ്ഞ വർഷം കുവൈത്തിൽ നിന്നെത്തിയത് 13,000 വിനോദസഞ്ചാരികൾ. എണ്ണവിലയിടിവ് മൂലമുള്ള സാമ്പത്തിക വ്യതിയാനത്തെ അതിജീവിക്കുമെന്ന് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. അബുദാബി സർക്കാരിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് അൽ ബഹർ കൊട്ടാരത്തിൽ മുൻകാല നേതാക്കളുടെയും നിലവിലെ നേതാക്കളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗ്ദാനം ചെയ്യപ്പെട്ട വികസനം, ദ്രുതഗതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾ, എണ്ണവിലയിലെ ചാഞ്ചാട്ടം കാരണമായുള്ള സാമ്പത്തിക വ്യതിയാനം തുടങ്ങിയവയെല്ലാം ചേർന്ന് വലിയ ഉത്തരവാദിത്തമാണ് അബുദാബി സർക്കാരിന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അബുദാബി കിരീടാവകാശി വ്യക്തമാക്കി. രാജ്യം അതിന്റെ സംഘടന, ഭരണനിർവഹണ സ്ഥാപനങ്ങളെയെല്ലാം UAE പൗരന്മാരെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയോഗിച്ചിട്ടുള്ളത്. രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനെയും അദ്ദേഹം അനുസ്മരിച്ചു. ആ നിലപാടുകളുടെയും നേട്ടങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെല്ലാമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ഗുണനിലവാരമുള്ള സേവനം ലഭ്യമാക്കുന്നതിലും മികച്ച പ്രവർത്തനം നടപ്പാക്കുന്നതിലും അബുദാബി സർക്കാർ ഇടതടവില്ലാതെ മുന്നോട്ടു പോവുകയാണെന്നും പടിഞ്ഞാറൻ മേഖലാ പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അൽ ബഹർ കൊട്ടാരത്തിൽ നടന്ന യോഗത്തിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു. മീഡിയ 1 അബുദാബി. സൗദിയിൽ സംഘടന രൂപീകരിക്കാനുള്ള അനുമതി സ്വദേശികൾക്ക് മാത്രം പരിമിതമാണെന്ന് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. കുടുംബ കൂട്ടായ്മ സ്വഭാവത്തിലുള്ള ആദ്യ സംഘടനയ്ക്ക് അംഗീകാരം നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. അപേക്ഷകൻ സ്വദേശിയായിരിക്കുക, 18 വയസ്സ് പൂർത്തിയായിരിക്കുക, ലാഭം പ്രതീക്ഷിക്കാത്ത കൂട്ടായ്മയായിരിക്കുക എന്നിവയാണ് നിബന്ധനകൾ. തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷയ്ക്ക് 30 ദിവസത്തിനകം മറുപടി നൽകും. നിബന്ധനകൾ പൂർത്തീകരിച്ച അപേക്ഷകളിൽ 60 ദിവസത്തിനകം അംഗീകാരം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് കേരളത്തിൽ നിക്ഷേപം നടത്താൻ മടിക്കില്ലെന്ന് ബോർഡ് അംഗം യൂസുഫ് അലി മുസല്യം. UAE സന്ദർശിക്കുന്ന തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളുമായി അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആസ്ഥാനത്ത് നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വിശദമാക്കിയത്. കേരളത്തിലെ വിവിധ നിക്ഷേപ സാധ്യതകൾ ജില്ലാ ചേംബർ പ്രതിനിധി സംഘം ചർച്ചയിൽ മുന്നോട്ട് വെച്ചു. ആയുർവേദം, ടെക്സ്റ്റൈൽ, വിനോദസഞ്ചാരം, വിവരസാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപ സാധ്യതകളാണ് സംഘം ചർച്ച ചെയ്തത്. ജില്ലയിലെ വിവിധ വ്യവസായ മേഖലകളിൽ നിന്നുള്ള 25ഓളം പ്രമുഖരാണ് യോഗത്തിൽ സംബന്ധിച്ചത്. UAEയിലെ വ്യവസായ പ്രമുഖരുമായി തുറന്ന ചർച്ചയ്ക്ക് അവസരം ലഭിച്ചത് വലിയ പ്രതീക്ഷ നൽകുന്നതായി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ പറഞ്ഞു. കേരളത്തിനും ഇന്ത്യക്കും ഗുണകരമായിട്ടുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാവും എന്നുള്ള വിശ്വാസമാണുള്ളത്. കേരളത്തിൽ ഇപ്പോൾ നിക്ഷേപത്തിന് മികച്ച അവസരമാണുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിക്ഷേപ സൗഹാർദ്ദപരമായ സമീപനമാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലയിൽ നിന്നുള്ള വ്യവസായികൾ കേരളത്തിലും വിദേശത്തും വലിയ നിക്ഷേപം നടത്തുന്നവരാണെന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അബുദാബി ചേംബർ ബോർഡ് അംഗം MA യൂസുഫ് അലി പറഞ്ഞു. ഇവിടുത്തെ അറബ് സമൂഹം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും തൃശ്ശൂരിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നും അതിനുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കേണ്ട ചുമതല തൃശ്ശൂർ ചേംബർ ഓഫ് കൊമേഴ്സിനെ. കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ ആകർഷകമായ പദ്ധതികൾ വരേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചേംബർ ഉന്നതതല പ്രതിനിധി സംഘം തുടർന്ന് UAE സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനെയും സന്ദർശിച്ചു. വിവിധ മേഖലകളിലെ വ്യാപാര നിക്ഷേപ സാധ്യതകൾ തേടിയാണ് ചേംബർ സംഘം UAE സന്ദർശനം നടത്തുന്നത്. മീഡിയ 1 അബുദാബി. കുവൈത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വിസ സംവിധാനം നടപ്പാക്കുമെന്ന് കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ പറഞ്ഞു. ഇന്ത്യ ടൂറിസം ദുബായുമായി സഹകരിച്ച് എംബസി സംഘടിപ്പിച്ച ഇന്ത്യ അറിയുക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്ഥാനപതി. സാൽമിയ ഹോളിഡേ ഇന്നിൽ നടന്ന നോ ഇന്ത്യ സെമിനാറിൽ ഇന്ത്യ ടൂറിസം ദുബായ് അസിസ്റ്റന്റ് ഡയറക്ടർ IRV റാവു, എംബസി പ്രസ് ആൻഡ് ഇൻഫർമേഷൻ സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ വിനോദസഞ്ചാര സാധ്യതകൾ വിശദീകരിച്ച IRV റാവു കഴിഞ്ഞ വർഷം കുവൈത്തിൽ നിന്ന് 13,000 ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ എത്തിയതായും ഈ വർഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 10% വർധന പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു. I would invite my Kuwaiti friend to visit India's culture, the backwaters in Kerala, the monsoon tourism,
in Kerala. Then we have the Ayurveda, as well as wellness tourism is growing at very faster pace in Kerala. അടുത്ത വർഷം മെഡിക്കൽ ടൂറിസം സംബന്ധിച്ച റോഡ് ഷോ കുവൈത്തിൽ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ വിവിധ കേസുകളിലായി 31 വർഷം തടവ് ശിക്ഷയും പബ്ലിക് പ്രോസിക്യൂഷന്റെ അറസ്റ്റ് വാറണ്ടുമുള്ള മുൻ പാർലമെന്റ് അംഗത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടതിയുടെ അനുമതി. കടുത്ത ഇറാൻ അനുകൂലിയായ അബ്ദുൽ ഹമീദ് ദസ്തിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതി മത്സരിക്കാൻ അനുവാദം നൽകിയത്. പത്രികാ സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥി നേരിട്ട് ഹാജരാകാതിരുന്നത് കാരണം അബ്ദുൽ ഹമീദ് ദസ്തിയുടെ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കാര്യ ഡയറക്ടറേറ്റ് നിരാകരിച്ചിരുന്നു. ഇതിനെതിരെ ഇദ്ദേഹത്തിന്റെ മകൻ നൽകിയ പരാതിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതി സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാർച്ച് മുതൽ വിദേശത്തുള്ള അബ്ദുൽ ഹമീദ് ദസ്തിയെ പിടികൂടി നാട്ടിലെത്തിക്കാനായി കുവൈത്ത് അധികൃതർ ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു. കുവൈത്തിന്റെ സുഹൃത്ത് രാജ്യങ്ങളായ സൗദിയെയും ബഹ്റൈനെയും അപകീർത്തിപ്പെടുത്തി സംസാരിച്ചതുൾപ്പെടെ വിവിധ കേസുകളിലായി കോടതി ഇദ്ദേഹത്തിന് 31 വർഷം തടവ് വിധിച്ചിരുന്നു. റിയാദ് മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 41% പണി ഇതിനകം പൂർത്തിയായതായി റിയാദ് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. നഗരത്തിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ബ്ലൂ ലൈനിൽ ബധയ്ക്കും ഒലയ്യയ്ക്കുമിടയിലുള്ള ഭൂഗർഭ ടണലിന്റെ നിർമ്മാണം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. 16 കിലോമീറ്റർ നീളത്തിലാണ് തിരക്കേറിയ റോഡിനടിയിലൂടെ പൂർത്തീകരിച്ചത്. 6 ലൈനുകളിലായി 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള റിയാദ് മെട്രോ 2018 അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറിയൻ പ്രതിപക്ഷത്തിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പിന്തുണ അറിയിച്ചു. പ്രതിപക്ഷ സംഘത്തിന്റെ കോർഡിനേറ്റർ റിയാദ് ഹച്ചാബിനെയും സംഘത്തെയും അൽയമമ കൊട്ടാരത്തിൽ സ്വീകരിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് രാജാവ് നിലപാട് വ്യക്തമാക്കിയത്. സിറിയയിലെ പ്രശ്നപരിഹാരത്തിന് സൗദി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിലകൊള്ളുമെന്നും രാജാവ് പ്രഖ്യാപിച്ചു. സിറിയൻ പ്രശ്നത്തിന് ജനീവ കരാറിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്നാണ് സൗദിയുടെ നിലപാട്. സിറിയൻ ജനതയുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനും പ്രയാസങ്ങൾ ലഘൂകരിക്കാനും സൗദി ശ്രമിക്കും. മേഖലയിലെ ഇതര പ്രശ്നങ്ങളും സിറിയൻ സംഘവുമായി രാജാവ് ചർച്ച ചെയ്തതായി സൗദി പ്രസ് ഏജൻസി അറിയിച്ചു. സൗദിയിലെ നജ്റാൻ പ്രവിശ്യയിലെ സഖാമയിൽ ഹൂത്തികൾ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു ബംഗ്ലാദേശ് സ്വദേശി മരിച്ചു. ഒരു പാകിസ്ഥാൻ പൗരന് പരിക്കേൽക്കുകയും ചെയ്തു. യമൻ അതിർത്തിക്കുള്ളിൽ നിന്നാണ് ഷെല്ലാക്രമണം ഉണ്ടായത്. മിസൈലുകൾ നേരിട്ട് പതിക്കുകയായിരുന്നുവെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം മേധാവി കേണൽ അബ്ദുൽ ഖാലിഖ് അൽ ഖത്താനി പറഞ്ഞു. പരിക്കേറ്റ പാകിസ്ഥാൻ പൗരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കുവൈത്ത് മലയാളികൾക്കിടയിൽ ആവേശം നിറച്ച് ദേശീയ വടംവലി മത്സരം. സാംസ്കാരിക കൂട്ടായ്മയായ തനിമയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 17 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഫ്രണ്ട്സ് ഓഫ് രജീഷ് ടീം ചാമ്പ്യന്മാരായി. വളരെ ആവേശപരമായ ഒരു വടംവലിയാണ് കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ നടക്കുന്നത്. കുവൈത്തിലെ നാനാ ഭാഗത്തുള്ള ജനങ്ങളും ഇവിടെ എത്തി വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പരിപാടിയെ വീക്ഷിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഫൈനൽ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. അത് കാണുവാൻ വേണ്ടി ആപാലവൃത്തം ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. മത്സരം നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്ന ഒരു ടീമിനെ തോൽപ്പിച്ചാണ് ഞങ്ങളിപ്പം ഈ സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നത്. അപ്പം ടൂർണമെന്റും ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഇവിടെയുള്ള പ്രവാസികളായിട്ടുള്ള ടീമുകളാണ് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത്. അടുത്തൊരു മത്സരം നമ്മൾ ആ മത്സരത്തിന്റെ രീതിയിൽ തന്നെ കാണും. നീല ജേഴ്സി അണിഞ്ഞ വെബ്സ ഫ്രണ്ട്സ് ഓഫ് രജീഷും നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ് വടംവലിയുടെ ആവേശം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് പരിപാടി. ഒത്തിരി ആസ്വദിക്കുന്നുണ്ട്. നല്ല പരിപാടിയാണ്. ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുകയാണ്. കുവൈത്തിലെ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ നിന്നും മുനീർ അഹമ്മദ്, മീഡിയ 1. ഹജ്ജ് വളണ്ടിയർ സേവനം അനുഷ്ഠിച്ച ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം പ്രവർത്തകർക്ക് ജിദ്ദയിൽ സ്വീകരണം നൽകി. ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് ഉദ്ഘാടനം ചെയ്തു. ജോലി തിരക്കുകൾക്കിടയിലും സേവന പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന പ്രവർത്തനം ഏവർക്കും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് കോൺസുൽ ഷാഹിദ് ആലം, മക്ക മറാക്കിസുൽ അഹ്യ മാനേജർ മുഹമ്മദ് ബാസേദ്, മുഹമ്മദ് സിദ്ദീഖി, ഹസൻ മുസ്തഫ, മുഹമ്മദ് അലി കൂന്തല, മുദസിർ മാംഗ്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസിയായ എഴുത്തുകാരൻ മൻസൂർ പള്ളൂരിന്റെ പുസ്തകം ജർമ്മനിയിൽ നടക്കുന്ന ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലത്തെ ലോക രാഷ്ട്രീയ ചലനങ്ങൾ ചർച്ച ചെയ്യുന്ന 21ാം നൂറ്റാണ്ട് ആരുടേത് എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് പ്രദർശനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലത്തെ ലോകരാഷ്ട്രീയ ചലനങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് 21ാം നൂറ്റാണ്ട് ആരുടേത് എന്ന പുസ്തകം. മാധ്യമം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ സമാഹരണം കൂടിയാണിത്. ടു ഹൂം ഡസ് ദ 21st സെഞ്ച്വറി ബിലോങ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് പതിപ്പാണ് മേളയിൽ ഇടം നേടിയത്.
7500-ലധികം പ്രസാധകർ പങ്കെടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പുസ്തക പ്രദർശനങ്ങളിലൊന്നാണ് ഫ്രാങ്ക്ഫർട്ട് മേള. വിവിധ ഭാഷകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ തർജ്ജമാവകാശം മേളയിൽ കൈമാറും. പ്രശസ്ത ഇറാനിയൻ എഴുത്തുകാരനായ ഖുറൂഷ് സിയാബാരി മൻസൂറിന്റെ പുസ്തകത്തിന്റെ പാഴ്സി പരിഭാഷയുടെ പകർപ്പാവകാശം സ്വന്തമാക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിന് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റിലൂടെ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലുള്ള ലോക സംഭവ വികാസങ്ങളും അതിന് പശ്ചിമേഷ്യയിൽ സംഘർഷം എങ്ങനെയൊക്കെ ഉടലെടുത്തു എന്നതിലേക്കൊക്കെ തന്നെ എത്തിനോട്ടമാണ് ഈ പുസ്തകം എന്ന് പറയാം. നവംബറിൽ മെക്സിക്കോയിൽ നടക്കുന്ന ഗുവാദൽജാര മേളയിലേക്കും പുസ്തകം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പുസ്തകത്തിന്റെ ദൃശ്യഭാഷയും തയ്യാറാക്കുന്നുണ്ട്. മാഹി സ്വദേശിയായ മൻസൂർ പള്ളൂർ സൗദി അറേബ്യയിൽ ദമാമിലാണ് ജോലി ചെയ്യുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായ ഇദ്ദേഹം OICC ഗ്ലോബൽ കമ്മിറ്റിയുടെ വക്താവ് കൂടിയാണ്. മുഹമ്മദ് ഷരീഫ്, മീഡിയ 1, ദമാം. കിഴക്കൻ സൗദിയിലെ ദമാമിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അജ്ഞാതർ വെടിവെച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ദമാം ജുബൈൽ റോഡിലെ ദബ്ബാബിലാണ് സംഭവം. രാത്രി 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം സ്വകാര്യ വാഹനത്തിൽ മടങ്ങുകയായിരുന്നു പോലീസുകാർ. ദബാബിലെ വാസസ്ഥലത്ത് ഇവരുടെ കാർ എത്തിയയുടൻ ഒളിച്ചിരുന്ന 3 ആയുധധാരികൾ തലങ്ങും വിലങ്ങും വെടിയുതിർക്കുകയായിരുന്നുവെന്ന് കിഴക്കൻ മേഖലാ പോലീസ് വക്താവ് കേണൽ സിയാദ് അൽ റിഖൈദി പറഞ്ഞു. മാരകമായി പരിക്കേറ്റ 2 പോലീസുകാരെയും ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട അക്രമികൾക്കായി മേഖലയിലാകെ തെരച്ചിൽ തുടരുകയാണ്. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ കലാപ്രതിഭകളെ കണ്ടെത്താൻ യൂത്ത് ഫെസ്റ്റ് 2016 എന്ന പേരിൽ യുവജനോത്സവം സംഘടിപ്പിക്കുന്നു. ജിപാസുമായി ചേർന്ന് ഇക്വിറ്റി പ്ലസ് അഡ്വർടൈസിംഗ് ആണ് UAEയുടെ എല്ലാ എമിറേറ്റിലുമായി പരിപാടി നടത്തുന്നത്. നവംബർ 4-ന് റാസൽ ഖൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകളിലെ കുട്ടികൾക്കുള്ള ആദ്യ പരിപാടി റാസൽ ഖൈമയിൽ നടക്കുമെന്ന് ഇക്വിറ്റി പ്ലസ് MD ജൂബി കുരുവിളയും ജിപാസ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ബിജു അക്കരയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓരോ ഇനത്തിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 ടീമുകൾക്കാണ് അവസരം ലഭിക്കുക. നാട്ടിലെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ വിധി നിർണ്ണയം നടത്തുന്നവരാണ് ഇവിടെയും വിജയികളെ തീരുമാനിക്കുക. കൂടുതൽ വിവരങ്ങൾ www.youthfest.com എന്ന വെബ്സൈറ്റിൽ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കേന്ദ്ര ഭരണത്തിന്റെ സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തി കേരളത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ BJPയും അതിന്റെ ചുവട് പിടിച്ച് CPMും ശ്രമിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ആദം മുൽസി ദോഹയിൽ പറഞ്ഞു. ഇൻകാസ് കോഴിക്കോട് ചാപ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇരു പാർട്ടികളുടെയും അക്രമ സ്വഭാവത്തെ തുടർന്ന് അരാഷ്ട്രീയവാദികളും ഭീകരവാദികളും രാഷ്ട്രീയ പാർട്ടികളിൽ നിലയുറപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻകാസ് പ്രസിഡന്റ് KK ഉസ്മാനും കോഴിക്കോട് ജില്ലാ നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൗദി തൊഴിൽ സാമൂഹ്യ മന്ത്രാലയം പുറത്തുവിട്ടു. കുവൈത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ. കുവൈത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് വിസ സംവിധാനം നടപ്പാക്കും. കഴിഞ്ഞ വർഷം കുവൈത്തിൽ നിന്നെത്തിയത് 13,000 വിനോദസഞ്ചാരികൾ. ടൂറിസ്റ്റ് സീസണിന്റെ വരവറിയിച്ച് ദുബായ് ആഗോള ഗ്രാമം അടുത്ത മാസം സഞ്ചാരികൾക്കായി തുറക്കും. ഇതോടെ മിഡി ചവറിയുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.